ഞാൻ നല്ല അടിപൊളി പഴങ്കഞ്ഞി കുടിക്കാൻ പോയിരുന്നു. അപ്പോൾ പഴങ്കഞ്ഞി ഇഷ്ടമില്ലവരെല്ലാം ഇങ്ങ് പോര്. അപ്പോൾ ഉണ്ടല്ലോ ഞാൻ ചെറിയ ഉള്ളിയും കാന്താരിയും എല്ലാം കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കഞ്ഞിക്കകത്ത്. കുറച്ച് എടുക്കുന്നില്ല, ഒരു കഴിക്കാൻ കൊതി തോന്നിയപ്പോൾ ഇച്ചിരി കഴിക്കാൻ വിചാരിച്ച്. അപ്പോൾ കുറച്ച് കഞ്ഞി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാളയും കാന്താരിയും അതും കൂടി ഇല്ലതുകൊണ്ട് നല്ലൊരു രസമല്ലേ. പിന്നെ കുറച്ച് കട്ട തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടി തൈരാണ്, നാടൻ തൈരാണ് കേട്ടോ. പാക്കറ്റ് തൈരില്ല, നല്ല അടിപൊളി നാടൻ തൈര്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാങ്ങ അച്ചാറും. ഇത്രയെല്ലാം വലിയ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ ഇത് മതി നമുക്ക് കഴിക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ കുഴച്ച് ഇടയ്ക്ക് ഈ കാന്താരി എടുത്ത് ഇങ്ങനെ പൊട്ടിച്ച് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ പണ്ടെല്ലാം നമ്മൾ ഞെരിക്കും പോലെ പാത്രത്തിൽ തന്നെ വെച്ച് ഇങ്ങനെ ഞെരടി കൊടുക്കണം. അപ്പോൾ നല്ലൊരു എരിവ് വരും. ആ എരിവും കൂടി ഉണ്ടെങ്കിൽ അത് നല്ല അടിപൊളി. പിന്നെ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ, കുഞ്ഞമത്തിയുടെ സീസണല്ല, അപ്പോൾ ഒരു കുഞ്ഞമത്തി വറുത്തതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കഞ്ഞി കുടിക്കുമ്പോൾ ഒരു കഷ്ണം മീനും കൂടി ഇങ്ങനെ കറുമുറ കഴിക്കുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കറേ. അപ്പോൾ ഇതെല്ലാം കാലിയാക്കിയിട്ട് അവസാനം ഇതിൻ്റെ വെള്ളം കൂടെ കുടിച്ചിട്ടാണ് ഞാൻ മതിയാക്കിയിട്ടുള്ളത്. അപ്പം എല്ലാവരും പഴങ്കഞ്ഞി ഇഷ്ടമില്ലവരെല്ലാം ഒന്ന് കമൻറ്റ്. അപ്പോൾ വായിന്ന് വെള്ളം വരുന്നവരെല്ലാം ഓടിപ്പോൾ പഴങ്കഞ്ഞി ഉണ്ടാക്കി കുടിച്ച്. അപ്പം ശരി, നമുക്ക് വീണ്ടും കാണാവേ.